ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. എഫേസ്യർ 6:10 എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ദൈവം ആഗ്രഹിക്കുന്നത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇന്ന് ആളുകളിൽ നമ്മൾ അഭിഷേകത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടേണ്ട അത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഏറ്റവും ദൈവകൃപ പ്രാപിക്കേണ്ട നിമിഷങ്ങളാണ് ഈ ദിവസങ്ങളിൽ. ഇത് അന്ത്യകാലമാണ്. കർത്താവിനായി ഏറെ പ്രയോജനപ്പെടേണ്ടതും അതുപോലെ തന്നെ അനേക വൃദ്ധന്മാർ വീണുകൊണ്ടിരിക്കുമ്പോൾ, അനേക വൻമരങ്ങളായി നിന്ന് അനേകർ കർത്താവിന്റെ വേലയിൽ ചുമൽ കൊടുത്തിരുന്ന അനേകർ വീണുകൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നമ്മെയും നമുക്കുള്ളവരെ കർത്താവിനായി നിൽക്കുവാൻ, വിശ്വസ്തയോടെ നിൽക്കുവാൻ ഇതുവരെ സഹായിച്ച ദൈവത്തിനായി ആമേൻ ശക്തിപ്പെടണം. ഹല്ലേലൂയ. ഈ വചനവേദഭാഗം വായിക്കുമ്പോൾ 7 പേര് മുന്നമേ തന്നെ 7 പേരെ കുറിച്ച് ദൈവാലോചന പറയുകയാണ്. 7 പേരെന്ന് പറയുമ്പോഴത്തേക്കും 7 വ്യത്യസ്ത അവസ്ഥയിലായിരുന്നവർ. എഫേസ്യർ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ഉറങ്ങുന്നവനെ, ഹല്ലേലൂയ, ഉറങ്ങുന്നവനെ വിളിച്ചാൽ വിളി കേൾക്കും. ഉറക്കം നടിക്കുന്നവനെ വിളിച്ചാൽ ഒരിക്കലും വിളി കേൾക്കത്തില്ല. ആത്മീയത്തിൽ ഉറങ്ങുന്ന അവസ്ഥയിലായിരിക്കുന്നുവോ? ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളാലാണോ നമ്മൾ ഉറങ്ങിയിരിക്കുന്നത്? ഹല്ലേലൂയ. ഉറങ്ങിയിരിക്കുന്നവനോട് ആത്മീയമായി ഉറങ്ങിയിരിക്കുന്നുവെങ്കിൽ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ഉറങ്ങുന്നുവെങ്കിലും മരിച്ചവരുടെ ഇടയിലായിരിക്കുന്നത് ഒരു എഴുന്നേൽപ്പ് ആവശ്യമാണ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നവരിക്കുന്നെന്ന് അരുളി ചെയ്ത് അതേ ദൈവം പറയുകയാണ്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ദിവസം എല്ലാവരും കർത്താവിന്റെ ജനനം ആഘോഷിക്കുകയാണ്. യേശു കർത്താവിന്റെ ജനനം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവിന്റെ ജനനം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് അനുനിമിഷം ചിന്ത ഉണ്ടായിരിക്കണം. ഈ ദിവസം മാത്രമല്ല, യേശു കർത്താവിന്റെ ജനനത്തെ എല്ലാവരും ലോകരൊന്നാകെ യേശു കർത്താവിന്റെ ജനനം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നുവെന്ന്. പക്ഷെ നമ്മെ ചേർക്കുവാൻ വരുന്ന കർത്താവിനായി നമ്മൾ ഒരുങ്ങണം. അതിനാണ് ഇവിടെ പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും.